സി.ജെ. റോയി മരണപ്പെടാനുള്ള കാരണം അയാൾ ഇടനെഞ്ചിലേക്ക് സ്വന്തം തോക്കിൽ നിന്നും വെടിയുതിർത്തതാണെന്ന് നമ്മൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. മറ്റുള്ള ആരോ വെടിവെച്ച് കൊന്നതാണെന്നുള്ള ആ ഒരു എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ തിരശീല വീഴുകയാണ്. കാരണം അദ്ദേഹം ഉപയോഗിച്ച ആ ഒരു തോക്കിനൊരു പ്രത്യേകതയുണ്ട്. ആ തോക്കിനുള്ളിൽ നിന്ന് ശബ്ദമുണ്ടാകില്ല, അതിൽ സൈലൻസർ ഘടിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി മറ്റൊരാൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സാധ്യതകൾ അവിടെ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പൊ പൂർണ്ണമായിട്ടും കർണാടക പോലീസ് പറയുന്നത്. അതായത് അകത്ത് നിന്ന് പൂട്ടിയിട്ട മുറിക്കകത്ത് മറ്റുള്ള ഫിംഗർ പ്രിന്റുകളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല എന്ന രീതിയിൽ കർണാടക വാർത്തകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ വാർത്തകൾ അസ്തമിച്ചിരിക്കുന്നു. ഇവിടെ കുൽസിതങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും റിട്ടയർഡ് SP കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു ക്രൂരകൃത്യം ചെയ്തു, എന്തുകൊണ്ട് അദ്ദേഹം സ്വന്തം ജീവൻ കളഞ്ഞു എന്നുള്ളത്. സ്കിപ്പ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അത് എന്തിനാണ് ചെക്കോസ്ലോവാക്യയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറിയ സ്ലോവാക്യയിലെ ഒരു ഇന്ത്യയിലെ ഒരു അംബാസഡർ പോലെ $2 ലക്ഷം കൊടുത്ത് ഒരു പദവി സമ്പാദിച്ചത്? സ്ലോവാക്യ നമുക്കറിയാം, അവിടെ ഏകദേശം 55 ലക്ഷം ജനങ്ങളുണ്ട്. അവിടെ കള്ളക്കടത്താണ് ഇപ്പോൾ അവിടുത്തെ വലിയ വരുമാനം. ഡ്രഗ്സിൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. ആയുധങ്ങളുടെ ഡീലേഴ്സായിട്ട് കള്ളക്കടത്ത് ആയുധങ്ങൾ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി റോയി എന്തിനാണ് ഒരു ഡിപ്ലോമാറ്റ് പദവി വാങ്ങിച്ചത്? അങ്ങനെ സ്ലോവാക്യയിലെ ഡിപ്ലോമാറ്റ് ഒറിജിനൽ അവരുടെ ഇന്ത്യയിലേക്കുള്ള പ്രതിനിധി ഡൽഹിയിലുണ്ട്. പക്ഷേ അങ്ങനെ അവർ ഒഫീഷ്യലായി പ്രതിനിധി ഉള്ള സ്ഥലത്ത് ഈ ഡിപ്ലോമാറ്റിക് മാർക്കറ്റിൽ കൂടെ ചില ഏരിയകളുടെ ഒരു പ്രതിനിധിയായിട്ട് ആ രാജ്യത്തിന് പൈസ കൊടുത്താൽ നിയമിക്കും. അങ്ങനെ നിയമിച്ച ഒരാളാണ് റോയി. ഏത് ഏരിയയാണ്? ഇന്ത്യയിലെ മൊത്തമായിട്ടുള്ളൊരു ചാർജ് അല്ല ഡിപ്ലോമാറ്റിക്ക്. അദ്ദേഹം ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക 3 സ്റ്റേറ്റിൻ്റെ ഒരു അംബാസഡർ പദവിയാണ് അദ്ദേഹം അവിടുന്ന് വിലയ്ക്ക് വാങ്ങിച്ച് കൊണ്ടുവന്നത്. അതിനകത്ത് ചില ഗുണങ്ങളുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് അത് എയർപോർട്ടിൽ വരുമ്പം ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ അദ്ദേഹത്തിന് പോകാം. അതിന് അവിടെ ആരും തടയാൻ ഒക്കില്ല, കാരണം ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഡൽഹിയിലെ ആസ്ഥാനമെങ്കിലും ഇന്ത്യയിലെ 3 സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ലോവാക്യ. അത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക. ഈ 3 സ്റ്റേറ്റിലുമാണ് ധാരാളം ബ്ലാക്ക് മണി വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മണി വരുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിൽ തന്നെയാണ്. അവിടേക്കാണ് അദ്ദേഹം അംബാസഡർ പദവി വാങ്ങിച്ചത്. അതിനകത്ത് ഏതൊരു അബദ്ധം പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പിൻ്റെ മേഖലയും റോബറി, ഡക്കോയിറ്റിയുടെ മേഖലകളാണ്. അവിടുത്തെ ഒരു തട്ടിപ്പ് നടന്നതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏകദേശം 90,000 കോടിയുടെ സ്വത്തുണ്ടെന്നൊക്കെ ഒരു വീമ്പിളക്കിയെങ്കിലും 600-800 കോടി രൂപയുടെ കടമുണ്ട്. അതിൽ നിന്ന് നിവരാൻ യാതൊരു നിവൃത്തിയില്ല. അങ്ങനെയുള്ള റോയി ഇതുപോലുള്ള 3 സ്റ്റേറ്റിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് പദവി മറ്റു രാജ്യത്ത് നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ നോട്ടം ഇട്ടിട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവിടുത്തെ എവിടെയെങ്കിലും ഒരു തട്ടിപ്പ്, കാരണം അത് ബ്ലാക്ക് മണി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഇത് 3. അവിടെയുള്ള രാഷ്ട്രീയ മേധാവികൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്. ആ പണം എങ്ങോട്ടെങ്കിലും ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഡൈവേർഷൻ റോയിയുടെ അടുത്തേക്ക് വന്നു. റോയി കൈ നീട്ടി അത് സ്വീകരിച്ചു. കാരണം റോയി കടം കൊണ്ട് മുടിഞ്ഞു നിൽക്കുന്ന ആളാണ്. പക്ഷേ വെളിയിൽ അങ്ങനെയല്ല, 0 ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വായ പിടിച്ചുകൊണ്ട് നടക്കും. അതേസമയത്ത് ഭയപ്പാടാണ് റോയിക്ക്. അതിനാണ് 15ഓളം സെക്യൂരിറ്റിക്കാരെ കൂടെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവനിൽ ഒരു ത്രെട്ട് ഈ 3 സ്റ്റേറ്റിൽ നിന്നും വന്നു. അതാണ് മരണത്തിന് കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലല്ലേ കള്ളപ്പണം ഒഴുകുന്നത്, ഗുജറാത്തിലാണല്ലേ? ഒരു പോലീസ് ഓഫീസറെങ്കിലും പറഞ്ഞല്ലോ ഈ ഒരു കാര്യം. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നോട്ട് നിരോധനമൊക്കെ നടന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതല്ല വിഷയത്തിൽ വഴുതി മാറി. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ടി എ ജോസഫ് പറഞ്ഞത് 1 രൂപയുടെ കടമില്ല എന്നും അദ്ദേഹത്തിന്റെ അനുജൻ പറഞ്ഞത് തന്നെയാണ് 1 രൂപയുടെ കടമില്ലാത്ത മനുഷ്യനാണ് എന്നുള്ളത്. 1 രൂപ പോലും കടമെടുക്കാതെ ഇങ്ങനെ, അല്ലെങ്കിൽ ലോൺ എടുക്കാതെ ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചെക്കോസ്ലോവാക്യയിലേക്ക് പോകാനുള്ള കാരണം എന്ത്? അതൊന്നുമല്ലാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം മരിക്കാൻ ഉപയോഗിച്ച തോക്ക് അത് ചെക്കോസ്ലോവാക്യ നിർമ്മിതിയാണ് എന്നുള്ളതാണ്. തുടർന്ന് കേൾക്കാം. അത് ലാസ്റ്റ് 3 മാസം കൊണ്ടാണ് ആ മനമാറ്റം വന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഇപ്പോൾ ജനുവരി ആയി. ഈ 3 മാസം കൊണ്ട് മരണത്തിലേക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തി അദ്ദേഹം. അതിന് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. 9 പേജിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കടബാധ്യതയൊക്കെ എഴുതി വെച്ചാൽ സാധാരണഗതിയിലൂടെ ആ ത്രെട്ട് വന്നപ്പോൾ മുതൽ അതൊരു റിസ്കി ഒരു ഇടപാട് നടത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ തോന്നുന്നത്. അത് ഇതുവരെ വെളിയിലേക്ക് വന്നിട്ടില്ല, ആർക്കും അത് മനസ്സിലായിട്ടില്ല. അതേസമയത്ത് ഇൻകം ടാക്സ് വരുന്നത് അതിലൊക്കെ അദ്ദേഹത്തിന് അറിയാം, എല്ലാവർക്കും അറിയാം. അത് പെനാൽറ്റി അടിച്ച് തീർത്താൽ ആ പ്രശ്നത്തിൽ. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടല്ല അവർ പക്ഷേ അവരവിടെ അദ്ദേഹത്തിൻ്റെ ക്യാബിൻ അത് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ത്രെട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം അതിൻ്റെ തൊണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതോടുകൂടി അദ്ദേഹം തകർന്നു. അവിടെ സെർച്ച് ചെയ്തേ പറ്റുള്ളൂ ഇൻകം ടാക്സിന്. അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് വെട്ടിപ്പും തട്ടിപ്പൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് എറണാകുളം ഇൻകം ടാക്സ് യൂണിറ്റ് ഏൽപ്പിച്ചത്. പക്ഷേ അവർക്ക് പോലും അറിയില്ല. അവർ പരിശോധിക്ക് വരുമ്പം ഇദ്ദേഹം മനസ്സിൽ കരുതിയ സാധനം കണ്ടെത്തും, അത് മറ്റു ചില കാര്യത്തിലേക്ക് നീങ്ങും എന്നൊരു ഭയം. അതാണ് അദ്ദേഹം മരിക്കാൻ കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതേ കാര്യം തന്നെയാണ് കർണാടക മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അതായത് അദ്ദേഹം പുറത്ത് കാണാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു ഫയലോ അല്ലെങ്കിൽ മറ്റു പെൻഡ്രൈവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം, ഒരു ഡാറ്റ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ മുറി പരിശോധിക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അമ്മയെ വിളിക്കാനാണ് എന്ന് പറഞ്ഞ് അകത്ത് കയറുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പക്ഷേ അത് അവിടുന്ന് മാറ്റിയിട്ടുണ്ടാകുമോ എന്ന് പോലും അറിയില്ല. എന്തായാലും ആ പോലീസുകാരുടെ അന്വേഷണം അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി, IT ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജീവൻ ഒടുക്കിയതാണ്. അദ്ദേഹം വിചാരിച്ചു കാണും അത് കഴിഞ്ഞാൽ അവരെ നിർത്തിപ്പൊക്കോളുന്നു. പക്ഷെ അങ്ങനെയല്ല.
മരണം കഴിഞ്ഞിട്ടും അവിടെ അന്വേഷണം നടന്നു. അവർ ഒരുപാട് ഡാറ്റ 4 പെട്ടിയിൽ അവിടുന്ന് ഡാറ്റാസ് കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇപ്പോൾ അത് തീർച്ചയായിട്ടും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്നോ എന്നുള്ളൊരു സംശയമുണ്ട്. സംശയമല്ല, UAE-യിലൊക്കെ പോയിട്ട് കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാസ് സർക്കാരിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. IT ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിന്നിൽ ഒരുപാട് പണിയെടുത്തത്. എന്നാൽ IT ഉദ്യോഗസ്ഥരെക്കാൾ മുകളിൽ ഇവിടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തിയിട്ടുണ്ടാകാം. അവർ കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാകാമല്ലോ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധനയുടെ ഭാഗമാക്കുന്നത്. ബാക്കി കേൾക്കാം. അദ്ദേഹം കൈവച്ചിരിക്കുന്ന മേഖലകൾ നമ്മൾ നോക്കിയോളൂ, അതൊക്കെ ഫ്രോഡും ചീറ്റിംഗ് നടക്കുന്ന മേഖലകളല്ലേ. അതിലേക്ക് പണം ഒഴുക്കുകയാണ്. അപ്പോൾ പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ മെച്ചൂരിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ കൃത്യമായ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്ഥല കച്ചവടത്തിലും ഫ്ലാറ്റ് കൺസ്ട്രക്ഷനിൽ ദുബായിൽ 10-90 യൂണിറ്റുള്ള ഒരു ഫ്ലാറ്റ് 96 യൂണിറ്റുള്ള ഒരു ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്ത് അത് മുഴുവൻ കടത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലായത്. വിറ്റുപോയില്ല, അത് കടത്തിലേക്ക് പോയി എന്നാണ് മനസ്സിലായത്. സാമ്പത്തിക ബാധ്യത അതുപോലെ വന്നു കഴിഞ്ഞപ്പോഴാണ് സ്ലോവാക്യയിലോട്ടൊക്കെ മാറി അതിൽ നിന്ന് കരകയറാനും കടം വീട്ടാനും ഒക്കെ തയ്യാറായത്. അങ്ങനെ വീട്ടാൻ തയ്യാറായ ഇന്ത്യയിലെ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ഒരു ത്രെട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് ജീവിതം അവസാനിപ്പിച്ചത്. ഓക്കെ, അങ്ങനെ ഒരു സ്ഥാപനം വിറ്റ് പോകാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇദ്ദേഹം കൃത്യമായ അന്വേഷണം നടത്തിയിട്ടാണോ ഈ വീഡിയോ പുറത്തു വിടുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, എനിക്ക് തോന്നുന്നത്, പറയപ്പെടുന്നത് എന്നൊരു കാര്യം. അങ്ങനെ ഒരു റിട്ടയർഡ് ആയിട്ട് പോലീസ് ഓഫീസർ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുമല്ലോ, എനിക്ക് തോന്നുന്നതും കൂടി. അതെനിക്ക് ഒരു ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടേ. ഇവിടെ റോയ് തട്ടിച്ചു വെട്ടിച്ചു എന്നൊക്കെ പറയാം, പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഹോസ്പിറ്റാലിറ്റി, വിദ്യാഭ്യാസം, എന്റർടൈൻമെന്റ് തുടങ്ങി പല മേഖലകളിലും CJ റോയ് കൈവച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഇത്രയും ബിസിനസ്സുകൾ ഒരുമിച്ച് നടത്തി കയ്യിൽ പണം ഇല്ലാതാകാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? അങ്ങനെ നമുക്ക് ചിന്തിക്കണ്ടേ? ഇല്ല, കയ്യിൽ അങ്ങനെ ഒരു ലാഭത്തിൽ പണം വന്നു എന്നൊക്കെ ഉള്ള കള്ളക്കഥകളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 8000 രൂപ സെന്റിന് വിലയുള്ളത് ഒരു അബദ്ധവശാൽ 350 ഏക്കർ കൈ വന്നെന്നും അത് പിന്നെ സെന്റിന് 18 ലക്ഷം രൂപ വെച്ച് ബാംഗ്ലൂർ വിറ്റ്, അതൊരു വല്ലാത്ത ഒരു ചിന്താഗതിയാണ്. അതൊരു വല്ലാത്ത പ്രപ്പോസലാണ്. ആ പ്രപ്പോസലിനകത്ത് എത്ര കോടി രൂപ വന്നോ അത്രയും കോടി രൂപ എവിടെയെങ്കിലും തട്ടിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് റീക്യൂപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ്. അതിൽ വിജയിച്ചില്ല. അതിലാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഈ തട്ടിപ്പും വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ മീഡിയാസിന് കിട്ടിയിട്ടില്ല. സാർ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ എന്ന ചോദ്യം അവതാരകൻ ചോദിച്ചത് എന്തായാലും നന്നായി കേട്ടോ. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പറയാം എന്റെ കാഴ്ചപ്പാട് മാത്രമാണ്, എന്റെ തോട്ടുകൾ മാത്രമാണ് എന്നുള്ളത്. പക്ഷെ അതല്ല എന്ന രീതിയിൽ ക്രോസ് ഇട്ടുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സാറ് സൂചിപ്പിച്ചതിനപ്പുറം നിരവധി കാര്യങ്ങൾ, നിരവധി ഊഹാപോഹങ്ങൾ റോയിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വലിയ തട്ടിപ്പ് നടത്തിയെന്നൊക്കെ. നമുക്ക് മുന്നിൽ അത്തരം തെളിവുകൾ തൽക്കാലം ഒന്നുമില്ല. പക്ഷേ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പല സംശയങ്ങൾക്കും ഇട നൽകുന്നുണ്ടല്ലേ? റോയ് യഥാർത്ഥത്തിൽ ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് എന്ന് ഇവിടുത്തെ ഒരു സോഷ്യൽ മീഡിയക്കാർക്കും ഒരു ചാനലുകാർക്കും ഒരു പത്രക്കാർക്കും ഇതുവരെ അറിവില്ല. ആ ഒരു ഊഹാപോഹത്തിൽ പുതിയ പുതിയ കഥകൾ ഓരോന്നുണ്ടാകും. സാമാന്യ ഒരു മനുഷ്യന്, സാധാരണഗതിയിൽ വലിയ പണക്കാരനായ ഒരാൾ, അയാൾ ജീവിതത്തിലും സാമ്പത്തിക രംഗത്തും ആ ബിസിനസ്സിലും തോറ്റു തൊപ്പിയിട്ട് വക്കിലേക്ക് വരുമ്പം അങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യൻ എന്താ സംഭവിക്കുന്നത് എന്നറിയാവുന്ന സോഷ്യൽ മീഡിയക്കാരും ചിന്തകരും മീഡിയക്കാരും ചാനലുകാരും ഒക്കെ ഈ ഒരു കഥയ്ക്കകത്ത് കിടന്ന് കറങ്ങുകയാണ് ഇപ്പോഴും. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇന്ന് വരെ ആരുടെയും മനസ്സിലേക്ക് വന്നിട്ടില്ല. അത് ഈ റോയിയുടെ മനസ്സിൽ മാത്രം ആ ഭയമുണ്ട്. അതിലേക്ക് അങ്ങനെ ലീഡ് ചെയ്യുമോ ഇൻകം ടാക്സുകാർ എന്നൊരു സംശയം. അത് റോയ്ക്ക് ഇൻകം ടാക്സ് റെയ്ഡ് തുടങ്ങിയപ്പോൾ മൂലം നടന്നു. ആ ഇൻകം ടാക്സ് വന്നാലും സാരമില്ല, അത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് എഴുതിയാണ് കർണാടക ഹൈക്കോടതി കൊടുത്ത ഇൻകം ടാക്സിനെതിരായിട്ട് കൊടുത്ത കേസ് വരെ അവസാനം കഴിഞ്ഞ 18-ാം തീയതി എവിടെയോ അത് വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം എവിടെയോ ചെന്ന് ചാടി പണം, അത് സ്ലോവാക്യയാണോ ഇന്ത്യയിലാണോ എന്നറിയില്ല, എവിടെയോ ചെന്ന് ചാടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്കെങ്ങാനും ഇൻകം ടാക്സുകാർ ലീഡ് ചെയ്യുമോ ഒരു ഭയം. അദ്ദേഹത്തിൻ്റെ ക്യാബിൻ പരിശോധിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടെ നിന്ന് ഒരു ചെറിയ ഒരു എവിഡൻസ് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തൻ്റെ അന്ത്യമാകും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ കേസിനകത്ത് റോയിയുടെ ഒരു ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനം 3 മാസം ഒക്ടോബർ, നവംബർ, ഡിസംബറിനകത്തുള്ള ഒരു സംഭവം തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിക്കാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെയുള്ള യൂട്യൂബർമാരും ചിന്തകരും ഒക്കെ പറയുന്നത് പോലെയല്ല, ഞാൻ പറയുന്നതാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് താങ്കളും പറയുന്നത്. താങ്കളുടെ കയ്യിൽ അപ്പൊ ഡാറ്റ ഇല്ല, റിട്ടയർഡ് ഓഫീസർ അല്ലേ? താങ്കൾ ഇങ്ങനെ ഒരു കാര്യം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ ജനങ്ങളത് വിശ്വസിക്കുമെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? താങ്കളുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ കറക്റ്റ്, പക്ക, എല്ലാം കറക്റ്റായിട്ടാണ് പറയുന്നത് എന്നുള്ളത്. ഇദ്ദേഹത്തിന് തോന്നലുകളാണ്, പക്ഷെ യൂട്യൂബർമാരുടെ തോന്നലുകൾ വലിയ പ്രശ്നം എന്നുള്ളതാണ്. കൊള്ളാം. ഇത് 0.25 തോക്കാണ്. അത് ചെക്കോസ്ലോവാക്യൻ ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് 0.25 തോക്കാണ്. അതിന് ശബ്ദം കേൾക്കില്ല. അത് നെഞ്ചിനോട് ചേർത്ത് വെച്ചാൽ ടക്കുന്ന ചെറിയൊരു ശബ്ദം മാത്രമേ വരുള്ളൂ. അത് സൈലൻസറിന്റെ ആവശ്യം അതിനില്ല. 0.25 തോക്ക്, നേരത്തെ എനിക്ക് അങ്ങനെ ഒരു 0.25 തോക്ക് ഉണ്ടായിരുന്നു, അത് വിറ്റ് കളഞ്ഞു. ആ തോക്ക്, അങ്ങനത്തെ ഒരു തോക്കിനെ അത് നെഞ്ചിനോട് ചേർത്ത് വെച്ച് വെടി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പൊട്ടലേ ഉള്ളൂ. അത് വെളിയിൽ ആർക്കും കേൾക്കാൻ നോക്കും. അപ്പോൾ ആ തോക്കുമായിട്ടുള്ള ഒരു കാര്യം ഇദ്ദേഹം പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയം തന്നെയാണെന്നുള്ളത്. അദ്ദേഹം തോക്കുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് വർക്കൊക്കെ ചെയ്ത ഒരാളായത് കൊണ്ടും അദ്ദേഹം ആ തോക്ക് ഉപയോഗിച്ചത് കൊണ്ടും നമുക്ക് ആ ഒരു കാര്യം വിശ്വസിക്കുക എന്നുള്ളതാണ്.
സ്വന്തം നെഞ്ചില വെച്ചതാണ് എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് വിരലടയാള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്, തോക്കിന്റെ ഉണ്ട കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ദുരൂഹതകൾ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പറ്റിച്ച കഥ പറയുന്നു, അതുകൂടാതെ തന്നെ വേറെ കുൽസിത കഥ പറയുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. 1 രൂപ പോലും കടമില്ല എന്ന് ടി എ ജോസഫ് പറയുന്നു. എന്നാൽ ഇദ്ദേഹം പറയുന്നു എവിടെയോ വലിയ ഒരു വീഴ്ച പറ്റി, ഒരു 3 മാസത്തിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള എന്തോ ഒരു ഊളത്തരം കാണിച്ചിട്ടുണ്ടെന്നുള്ളത് എന്തായാലും NIA അന്വേഷിക്കുന്നുണ്ട്. NIAയുടെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് ഡാറ്റ കിട്ടുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഊളത്തരം കാണിക്കാൻ പറ്റില്ല. ഊളത്തരം കാണിച്ചാൽ ചാരിറ്റിയേക്കാൾ കൂടുതൽ ആളുകൾ ഊളത്തരത്തിനെ ചൂണ്ടിക്കാണിക്കും. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്ന പോലത്തെ സാധനം തന്നെയാണ്. അതേപോലെ തന്നെയാണ് പലനാൾ ചാരിറ്റി ചെയ്താൽ ഒരു നാൾ ഒരു ചെറിയ തെറ്റ് ചെയ്താലും ചാരിറ്റിയുടെ പേരൊക്കെ അങ്ങോട്ട് പോയി പോകും എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചയൻസിന്റെ കാര്യമൊക്കെ നമ്മൾ അറിയില്ലേ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണം ദുരൂഹത തന്നെയാണ്. അതിൽ കൃത്യമായ ഡാറ്റ ഇനി കിട്ടണമെങ്കിൽ ഈ അന്വേഷണം കർണാടക സർക്കാർ അന്വേഷിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഡാറ്റ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇദ്ദേഹം എന്ത് കള്ളത്തരമാണ് ചെയ്തത്, എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് പറയുമ്പോൾ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇവിടെ